ഫോക്കസ് ഏരിയ സീരീസിലെ അക്കൗണ്ടൻസി മൂന്നാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള അവസാന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ പാർട്ട്ണറെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളും കാൽക്കുലേഷൻസും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ പാർട്ട്ണറെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് ലയബിലിറ്റി ഇനങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തുന്ന അഥവാ റീവാലുവേഷൻ നടത്തുന്ന ആ കാര്യത്തിൻ്റെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്നത്, അതുപോലെ ഏത് അക്കൗണ്ടാണ് അതിനു വേണ്ടി തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ തയ്യാറാക്കേണ്ട പ്രധാന അക്കൗണ്ടുകളായിട്ടുള്ള റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന വിധം ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന കാര്യം ഡിസ്കസ് ചെയ്യാം. വെനെവർ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ്, ഇറ്റ് ബിക്കംസ് നെസസറി ടു റീവാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫേം ടു ദെയർ ട്രൂ ആൻഡ് ഫെയർ വാല്യൂസ്. ഒരു പുതിയ പാർട്ട്ണറെ ഫേമിലേക്ക് ചേർക്കുന്ന ഓരോ സമയത്തും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ പുതിയ പാർട്ട്ണറെ ചേർക്കുന്നതുമായ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ നിലവിലുള്ള എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റീസും പുനർമൂല്യനിർണ്ണയം നടത്തുക, റീവാല്യൂ ചെയ്യുക. ദിസ് ഈസ് ഡൺ because with the passage of time the value of certain assets might have increased while the value of certain other assets might have decreased. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോ അസറ്റും രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസിലാണ്, നമ്മളതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അഥവാ ഓരോ അസറ്റ് വാങ്ങുമ്പോഴും ആ വാങ്ങുന്ന വിലയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ വാങ്ങിയ വിലയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലും കാണുന്നത്. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഇതിൽ ചില അസറ്റിൻ്റെ എല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന വില എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ വാല്യൂവിനെക്കാട്ടിലും കൂടുതലോ കുറവോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലയബിലിറ്റീസിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഓരോ ലയബിലിറ്റീസും ആ ബാലൻസ് ഷീറ്റ് വാല്യൂവിനെക്കാട്ടിലും വാല്യൂ വ്യത്യാസം ആയിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. Thus, the actual values of various assets and liabilities may be different from the values stated in the balance sheet. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഓരോ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ബാലൻസ് ഷീറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലോ കുറവോ ആവാനുള്ള സാധ്യതയുണ്ട്. New partners should not suffer because of reduction in the value of assets, nor should be benefited by increase in the value of assets. Thus, the entire profit or loss arising from revaluation is divided between the old partners in their old profit sharing ratio. ഒരു പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്ക് ഫേമിൽ രണ്ട് പ്രധാന അവകാശങ്ങൾ കിട്ടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ആ രണ്ട് പ്രധാന അവകാശങ്ങൾ, ഒന്ന് റൈറ്റ് ടു ഷെയർ ഇൻ ദ അസറ്റ്സ് ഓഫ് ദ ഫേം, സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റിലും ഒരു അവകാശമുണ്ട്. അതുപോലെ രണ്ടാമത്തെ അവകാശമാണ് റൈറ്റ് ടു ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, സ്ഥാപനം ഇനി ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ പ്രോഫിറ്റിലും ലോസിലും ഒരു അവകാശമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നിലവിൽ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ ഓഫ് അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒക്കെ പരിഗണിച്ചിട്ടാണ് എത്ര കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ വ്യത്യാസപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. ചില അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലാൻഡ് എന്ന് പറയുന്ന അസറ്റ് എടുക്കുകയാണ്. 5 വർഷം മുമ്പ് 10 ലക്ഷം രൂപക്ക് വാങ്ങിയ ഒരു ഭൂമി നമ്മുടെ ഫേമിന് സ്വന്തമായിട്ടുണ്ട്.
ഭൂമിയുടെ വില സാധാരണഗതിയിൽ മേലോട്ടാണ്, കൂടി വരികയാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട്ണർ വരുന്ന ഡേറ്റ് മുതൽ ഈ ലാൻഡിലും ഒരു അവകാശം ഈ പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്നു. ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന വാല്യൂ 10 ലക്ഷം രൂപയാണ്. അതേസമയം ഈ ലാൻഡിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 20-30 ലക്ഷം ആയേക്കാം. അപ്പോൾ നമ്മൾ പുതുതായി വരുന്ന പാർട്ട്ണർക്ക് 10 ലക്ഷം രൂപ ലാൻഡ് എന്ന് ബാലൻസ് ഷീറ്റ് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതിന് മൂല്യം അതിലും കൂടുതലുണ്ട്. അപ്പോൾ അയാൾക്ക് അനർഹമായിട്ട് ഈ കൂടുതൽ മൂല്യമുള്ള ഒരു അസറ്റ് കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ നമ്മുടെ ഒരു ലാബിലിറ്റിയുടെ വാല്യൂ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് 10,000 രൂപയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് 20,000 രൂപ നമ്മൾ യഥാർത്ഥത്തിൽ ലാബിലിറ്റി ഉണ്ട് എന്ന ഒരു കണ്ടീഷനാണെങ്കിൽ, അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബാങ്ക് ലോൺ ആവാം. കടന്നു വരുന്ന പുതിയ പാർട്ട്ണർ നീതിയല്ലാത്ത തരത്തിൽ അയാൾ കൂടുതൽ ലാബിലിറ്റിക്ക് ഉത്തരവാദിയായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം? നമ്മൾ അസറ്റ് ആൻഡ് ലാബിലിറ്റി റീവാല്യൂ ചെയ്യണം, പുനർമൂല്യനിർണ്ണയം നടത്താം. പുതുതായി വരുന്ന പാർട്ട്ണർക്ക് അനർഹമായിട്ട് ഈ അസറ്റുകളുടെ വാല്യൂവിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അത് കിട്ടാൻ പാടില്ല, അതിൻ്റെ നേട്ടം കിട്ടാൻ പാടില്ല. അതേപോലെ അയാൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത ലോസിൽ അയാളൊരു പങ്കാളിയാവാനും പാടില്ല. അതുകൊണ്ട് റീവാല്യൂഷൻ നടത്തണം. എന്നിട്ട് റീവാല്യൂഷൻ നടത്തുമ്പോൾ ചില അസറ്റുകളുടെ വാല്യൂ കൂടിയിട്ടുണ്ടാവാം, ചിലതിൻ്റെ കുറഞ്ഞിട്ടുണ്ടാവാം, ചില ലാബിലിറ്റി കൂടിയിട്ടുണ്ടാവാം, ചില ലാബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ നെറ്റ് എഫക്റ്റ് റീവാല്യൂഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ റീവാല്യൂഷൻ ലോസോ ആണ്. രണ്ടാണെങ്കിലും അത് ഡിവൈഡ് ചെയ്യേണ്ടത് നിലവിലുള്ള പാർട്ട്നേഴ്സുമായിട്ടാണ്, അഥവാ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. റീവാല്യൂഷൻ പ്രോഫിറ്റ് ആണെങ്കിലും റീവാല്യൂഷൻ ലോസ് ആണെങ്കിലും അത് കിട്ടുന്നത് അല്ലെങ്കിൽ അത് സഹിക്കുന്നത് പഴയ പാർട്ട്നേഴ്സ് മാത്രമാണ്, പുതിയ പാർട്ട്ണർക്ക് അതിൽ യാതൊരു പങ്കുമില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീവാല്യൂഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. റീവാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ന്യൂ അക്കൗണ്ട് കോൾഡ് റീവാല്യൂഷൻ അക്കൗണ്ട്. റീവാല്യൂഷൻ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഈ റീവാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നടത്തുന്നതും അസറ്റിനെയും ലാബിലിറ്റിയെയും അതിൻ്റെ യഥാർത്ഥ വാല്യൂവിലേക്ക് കൊണ്ടുവരുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതേണ്ടതായ ആവശ്യമില്ല, മറിച്ച് നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കൃത്യമായിട്ട് റീവാല്യൂഷൻ എന്തിന് നടത്തുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ എഴുതേണ്ടത് റീവാല്യൂഷൻ അക്കൗണ്ട് എന്താണ്. റീവാല്യൂഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു revalue the assets and liabilities of the firm in order to find out the profit or loss on revaluation and to brought in the correct values to books of accounts. റീവാല്യൂഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ്, പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ്. എക്സ്പെൻസോ പ്രോഫിറ്റോ ലോസോ ഇൻകമോ ഒക്കെ അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുക. റീവാല്യൂഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്? ടു റീവാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് റീവാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കുന്ന അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്താണ്? ഒന്നുകിൽ റീവാല്യൂഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീവാല്യൂഷൻ ലോസ്. അത് കണ്ടുപിടിക്കലും ഈ റീവാല്യൂഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശമാണ്. അത് മാത്രമല്ല, ടു ബ്രോട്ട് ഇൻ ദ കറക്റ്റ് വാല്യൂസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എല്ലാ അസറ്റിൻ്റെയും എല്ലാ ലാബിലിറ്റിയുടെയും കറക്റ്റ് വാല്യൂ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തണം. റീവാല്യൂഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ദ റീവാല്യൂഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഈച്ച് അസറ്റ്. ഓരോ അസറ്റിൻ്റെയും വാല്യൂവിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വർധനവ് എത്രയാണോ അത്ര എമൗണ്ട് റീവാല്യൂഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ഈസ് ക്രെഡിറ്റഡ് ടു റീവാല്യൂഷൻ അക്കൗണ്ട് ആൻഡ് ഡിക്രീസ് ഇൻ ഇറ്റ്സ് ലാബിലിറ്റീസ്. ഡിക്രീസ് ഇൻ ലാബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാലും അസറ്റ് കൂടുക എന്ന് പറഞ്ഞാലും നമുക്ക് പ്രോഫിറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നേട്ടമാണല്ലോ, അതുപോലെ ലാബിലിറ്റീസിൻ്റെ വാല്യൂ കുറഞ്ഞാലും നേട്ടമാണ്. അപ്പം നേട്ടങ്ങൾ, പ്രോഫിറ്റുകൾ നമ്മൾ റീവാല്യൂഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ ലോസ് ഐറ്റംസ് അഥവാ അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ്, ലാബിലിറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ്, ഇത് രണ്ടും റീവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് decrease in value of assets and increase in value of liabilities because it is a loss. Decrease in value of asset increase in value of
ലാബിലിറ്റീസും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എ ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സിമിലർലി അൺറെക്കോർഡഡ് അസറ്റ്സ് ആർ ക്രെഡിറ്റഡ്. സ്ഥാപനം റെക്കോർഡ് ചെയ്യാതെ നിൽക്കുന്ന, സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണാത്ത ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ, റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ അൺറെക്കോർഡഡ് ലാബിലിറ്റീസ് ആർ ഡെബിറ്റഡ് ടു ദ റീവാലുവേഷൻ അക്കൗണ്ട്. ഏതെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ലാബിലിറ്റി നമ്മുടെ സ്ഥാപനത്തിനുണ്ടെങ്കിൽ, ബാധ്യത നമുക്കുണ്ടെങ്കിൽ, പക്ഷേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല, അത്തരം ലാബിലിറ്റീസ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. If the revaluation account finally shows a credit balance, then it indicates net gain, and if there is a debit balance, then it indicates net loss. റീവാലുവേഷൻ അക്കൗണ്ട് എല്ലാ എൻട്രിയും പൂർത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത വാല്യൂസ് ആ എമൗണ്ട് കൂടുതലാണെങ്കിൽ, ഡെബിറ്റ് സൈഡിനെ അപേക്ഷിച്ച് അവിടെയാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ നമുക്ക് പറയാം ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് സൈഡാണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ, റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ദെൻ ഡെബിറ്റ് സൈഡിലെ വാല്യൂസ് ക്രെഡിറ്റ് സൈഡിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ലോസ് സൈഡാണ്, അതുകൊണ്ട് റീവാലുവേഷൻ ലോസ് ആണെന്ന് പറയാം. വിച്ച് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും റീവാലുവേഷൻ ലോസ് ആണെങ്കിലും അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്? പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പുതുതായി വരുന്ന പാർട്ട്ണർക്ക് ഇതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പഴയ റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസ്. ഓക്കെ, ദെൻ എന്തിനാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന്, ടു ബ്രിങ് ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ഫേം ടു ദെയർ ട്രൂ വാല്യൂസ്. സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും യഥാർത്ഥ വാല്യൂവിലേക്ക് കൊണ്ടുവരിക. ബുക്കിൽ കാണിക്കുന്ന വാല്യൂ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കണം, അതിൻ്റെ യഥാർത്ഥ വാല്യൂവിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ദെൻ സെക്കൻഡ് എന്താ? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഔട്ട് ഓഫ് റീവാലുവേഷൻ. അങ്ങനെ വാല്യൂസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം. അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനു കൂടി വേണ്ടിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ദെൻ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് റീവാലുവേഷൻ. ആഫ്റ്റർ എഫക്റ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് മാറ്റം വരും? അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് വിൽ ബി ഷോൺ അറ്റ് ദയർ റിവൈസ്ഡ് വാല്യൂസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ പുതുതായി തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റിൽ, പുതിയ പാർട്ട്ണർ കൂടി ഉൾപ്പെട്ട പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ എല്ലാ അസറ്റും ലാബിലിറ്റീസും പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് റിവൈസ്ഡ് വാല്യൂസിലാണ്. റിവൈസ്ഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ പുതിയ വാല്യൂ, നമ്മൾ അതിൻ്റെ യഥാർത്ഥ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്, ആ വാല്യൂ ആണ് പിന്നീട് ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രീസ് ഒന്ന് മനസ്സിലാക്കണം. റീവാലുവേഷൻ്റെ ജേണൽ എൻട്രീസ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ എല്ലാ ജേണൽ എൻട്രീസും കൂടി എഴുതാൻ നമ്മളോട് ആവശ്യപ്പെടാറില്ല സാധാരണഗതിയിൽ. പക്ഷേ ഇൻഡിവിജ്വൽ ജേണൽ എൻട്രീസ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ, ലാബിലിറ്റിൻ്റെ വാല്യൂ കൂടിയാൽ കുറഞ്ഞാലും ഒക്കെ എങ്ങനെയാണ് റീവാലുവേഷൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ, അസറ്റിൻ്റെ വാല്യൂ കൂടിയ അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ് ആണെന്ന് നമുക്കറിയാം. അസറ്റ് അക്കൗണ്ട്, ഏത് അസറ്റിൻ്റെ വാല്യൂ ആണോ കൂടിയത് ആ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ റീവാലുവേഷൻ ആണ് നടത്തുന്നത്, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അസറ്റ് ഡെബിറ്റ്, റീവാലുവേഷൻ ക്രെഡിറ്റ്. ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫോർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. നമ്മളിപ്പോൾ ഇൻക്രീസിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതി, അതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, ഡിക്രീസ് ഇൻ അസറ്റ്, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഇവിടെ റീവാലുവേഷൻ വഴിയാണത് നമ്മൾ കുറവ് കണ്ടെത്തിയത്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. കാരണം അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ദെൻ ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റീൻ്റെ വാല്യൂ കൂടുതലായിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിൽ കാണുന്ന ലാബിലിറ്റീൻ്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ്.
ക്രെഡിറ്റേഴ്സ് 10,000 കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് കുറച്ച് ഫൈൻ കൂടി ഉൾപ്പെടുത്തിയ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, 500 രൂപ. ഇപ്പോൾ 10,500 രൂപ കൊടുക്കണം, അഥവാ 500 രൂപ ഇൻക്രീസ് ആണ് ക്രെഡിറ്റേഴ്സിന്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആണ്. ലോസ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതേസമയം ഒരു ലാബിലിറ്റി കൂടിയിട്ടുണ്ട്, ലാബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ലാബിലിറ്റി അക്കൗണ്ട്. ദെൻ അടുത്ത ഐറ്റം ഏതാ? ഫോർ ആൻ അൺറെക്കോർഡഡ് അസറ്റ്. സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണാത്ത ഒരു അസറ്റ് നമുക്കുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ സമയത്ത് നമ്മുടെ ബുക്സിലേക്ക് കൊണ്ടുവരണം, അതിനെ റെക്കോർഡ് ചെയ്യണം. അഥവാ അസറ്റ് ഇൻക്രീസ് ആണ് അല്ലേ. അപ്പോൾ അസറ്റ് ഇൻക്രീസിന് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇവിടെ അസറ്റ് എന്നല്ല നമ്മൾ ആക്ച്വൽ സിറ്റുവേഷനിൽ എഴുതേണ്ടത്, ഏത് അസറ്റാണോ കൂടിയത് അല്ലെങ്കിൽ ഏത് അൺറെക്കോർഡഡ് അസറ്റാണോ എഴുതുന്നത് ആ അസറ്റിൻ്റെ പേരാണ് എഴുതുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു റീവാലുവേഷൻ എന്നാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ അടുത്ത എൻട്രി ഫോർ ആൻ അൺറെക്കോർഡഡ് ലാബിലിറ്റി. ഒരു റെക്കോർഡ് ചെയ്യാത്ത ലാബിലിറ്റി നമുക്കുണ്ട്, നമ്മുടെ ബിസിനസ്സിനുണ്ട്, ഫേമിനുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ലാബിലിറ്റി ഉണ്ടാവുകയാണ് അല്ലേ. ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ് ആണ്. ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. കാരണം ലാബിലിറ്റി ഇൻക്രീസ് നമുക്ക് ലോസ് ആണ്, ലോസ് ഡെബിറ്റ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിന്. ഇപ്പോൾ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ദെൻ അടുത്ത എൻട്രി നമ്മളെല്ലാ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്ത എൻട്രീസും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സിനുള്ളതാണ്. പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, ദെൻ അടുത്തത് ഫോർ ട്രാൻസ്ഫറിങ് ലോസ് ഓൺ റീവാലുവേഷൻ ഡെബിറ്റ് ബാലൻസ്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ആണെങ്കിലും ആരാണ് സഫർ ചെയ്യേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് സഫർ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളിത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്ത് പഠിക്കുകയാണ്. നമുക്കിവിടെ എയുടെയും ബിയുടെയും ഒരു ബാലൻസ് ഷീറ്റ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇത്രയും അസറ്റ്സ് കാണുന്നുണ്ട്, ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സും ക്യാപിറ്റൽസും കാണുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? ഓൺ ദാറ്റ് ഡേറ്റ് സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ് ഓൺ ദ ഫോളോയിങ് ടേംസ്. സി എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു പാർട്ട്ണറെ ഈ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. സി ഈസ് ടു ബ്രിങ് ₹15,000 ആസ് ക്യാപിറ്റൽ ആൻഡ് 5,000 ആസ് പ്രീമിയം ഫോർ ഗുഡ് വിൽ ഫോർ 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ്. സി 15,000 രൂപ ക്യാപിറ്റലും 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ് വില്ലും കൊണ്ടുവന്നു. ദെൻ ഇനി പറയുന്ന കാര്യങ്ങൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടതാണ്. The value of stock is reduced by 10% while plant and machinery is appreciated by 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞു നമ്മൾ റീവാലുവേഷൻ നടത്തിയപ്പോൾ. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ അപ്രീസിയേറ്റഡ് ബൈ 10%, 10% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാം. ദെൻ തേർഡ്, ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് ₹9,000. ഫർണിച്ചർ റീവാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ പുതിയ മൂല്യം നമ്മൾ പരിശോധിച്ചപ്പോൾ 9,000 രൂപയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. ദെൻ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് അറ്റ് 5%. ഡെപ്റ്റേഴ്സിന് 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ദെൻ ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ. 200 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അടക്കാനുണ്ട്, അതൊരു പുതിയ ലാബിലിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അസറ്റ് കാണുന്നില്ല. ഇവിടെ അസറ്റ് സൈഡിൽ അങ്ങനെ ഒരു അസറ്റ് ഇല്ല. ദെൻ ഇറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. ദെൻ എ ക്രെഡിറ്റർ ഓഫ് ₹100 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. ക്രെഡിറ്റേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള 100 രൂപ കൊടുക്കാനുള്ള ഒരാൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ അത് ക്ലെയിം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ലാബിലിറ്റി കുറയാണ്. ഓക്കെ,
നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് സി. റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കണം, പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. അപ്പോൾ പബ്ലിക് എക്സാമിനേഷന് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാത്രം പഠനം നടത്തരുത്, മറിച്ച് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോക്ക് ഒരു കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ, സംശയ ദൂരീകരണം നടത്താൻ ഞാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റീവാലുവേഷൻ അക്കൗണ്ടാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ നമ്മളിവിടെ വീണ്ടും ഈ 2 ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും ആവശ്യമായ ഡാറ്റ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം റീവാലുവേഷൻ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ജേണൽ എൻട്രീസ് പഠിച്ചല്ലോ. ആ ജേണൽ എൻട്രീസ് ഇവിടെ ഇതിനോട് കൂടെ നമ്മളൊപ്പം നമ്മുടെ മനസ്സിൽ ഒന്ന് പറയുക, എന്നിട്ട് മാത്രം എൻട്രീസ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ആദ്യം റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റും ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റിയും ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റും ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റിയും ഡെബിറ്റ് ചെയ്യണം. ലോസ് ഡെബിറ്റ്, നേട്ടമുള്ളത് ക്രെഡിറ്റ്. അതുപോലെ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, അൺറെക്കോർഡഡ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് അതോടൊപ്പം നമ്മുടെ മനസ്സിലൊന്ന് പറയുക, എന്നിട്ട് എൻട്രീസ് പാസ് ചെയ്യാം. അപ്പോൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം, വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ് നിലവിലുള്ള വാല്യൂ? അതിനുവേണ്ടി നമ്മൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുക. സ്റ്റോക്കിൻ്റെ വാല്യൂ 15,000 രൂപയാണ്. അതിൻ്റെ 10% എത്രയാണ്? 15,000ൻ്റെ 10% 1,500 രൂപ കുറയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. സ്റ്റോക്ക് അല്ലേ, ടു സ്റ്റോക്ക് എന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട് ₹1,500. ദെൻ രണ്ടാമത്തെ ഐറ്റം, വൈൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീസിയേറ്റഡ് ബൈ 10%. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% വാല്യൂ കൂടിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ ബുക്ക് വാല്യൂ, നമ്മുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന വാല്യൂ 30,000 രൂപയാണ്. അതിൻ്റെ 10% കൂടി എന്ന് പറഞ്ഞാൽ 3,000 രൂപ കൂടി അല്ലേ. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്, നമുക്ക് നേട്ടമാണ്. നേട്ടം റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ടു റീവാലുവേഷൻ ആണ് അല്ലേ. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ടു റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത് ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി ₹3,000. ആ വ്യത്യാസമാണ് രേഖപ്പെടുത്തുക. ജേണൽ എൻട്രി എന്താ? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ദെൻ അടുത്ത ഐറ്റം നമ്മൾ വായിക്കുക, ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് ₹9,000. ഫർണിച്ചർ റീവാല്യൂ ചെയ്തപ്പോൾ കണ്ട വാല്യൂ എത്രയാണ്? 9,000 രൂപയാണ്. റീവാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 9,000, വ്യത്യാസമല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് നിലവിൽ എത്രയാണ് ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ? ഫർണിച്ചർ 10,000 ആണ്. 10,000 ഉള്ളത് 9,000 ആയി എന്ന് പറഞ്ഞാൽ 1,000 രൂപ മൈനസായി. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് ₹1,000. 1,000 രൂപ വാല്യൂ കുറഞ്ഞു ഫർണിച്ചറിൻ്റെ. ദെൻ അടുത്തത്, എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ് അറ്റ് 5%. സൺഡ്രി ഡെപ്റ്റേഴ്സിന് 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് പേര് ക്യാഷ് തിരികെ തരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രൊവിഷനാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. 5%. 5% നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കുറയുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. എത്രയായിരിക്കും എമൗണ്ട്? സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 12,000 രൂപ. അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 600 രൂപ. 600 രൂപ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം, ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ. 200 രൂപ കറണ്ട് ബില്ല് അടക്കാനുണ്ട്. പുതിയ ലാബിലിറ്റിയാണ് അല്ലേ. ലാബിലിറ്റി ഇൻക്രീസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇലക്ട്രിസിറ്റി ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ₹200.
ദെൻ അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1000 നോട്ട് മെൻഷൻഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. 1000 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിക്ഷേപമുണ്ട്, എവിടെയോ ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷേ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് കാണിച്ചിട്ടില്ല. അൺറെക്കോർഡ് അസറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അൺറെക്കോർഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ₹1000 ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു റീവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. ദെൻ അടുത്ത ഐറ്റം, എ ക്രെഡിറ്റർ ഓഫ് ₹100 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടൺ ഓഫ്. 100 രൂപയുടെ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കണ്ട. അതായത് നമ്മുടെ ലാബിലിറ്റി, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് നേട്ടമാണ്, പ്രോഫിറ്റാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സ് ₹100. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന പ്രോസസ്സ് പൂർത്തിയാക്കി. ദെൻ എന്ത് ചെയ്യണം? നമ്മളിത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം. അഥവാ ഈ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാലോ. ഏത് സൈഡാണ് കൂടുതൽ നോക്കണം. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് ഉള്ളത്, അഥവാ ഇതിൻ്റെ പ്രോഫിറ്റ് സൈഡാണ്. ടോട്ടൽ ചെയ്യുക. 4100 ഈ സൈഡ് ടോട്ടൽ. ദെൻ ഈ 4100 നിന്ന് ഇത്രയും ഭാഗം റീവാലുവേഷൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 800 രൂപയാണ്. ഈ 800 രൂപ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ്. ഏത് പാർട്ട്നേഴ്സിനാണ്? പഴയ പാർട്ട്നേഴ്സിന്. പുതിയ പാർട്ട്ണർക്ക് ഇതിൽ യാതൊരു അവകാശവും. അതുകൊണ്ട് ഈ എമൗണ്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര രൂപ ഉണ്ടാവും? 800ൻ്റെ 3/5. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി, ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 800ൻ്റെ 3/5 എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും 800ൻ്റെ 2/5 2/5 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും കൊടുക്കണം. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 480 ആണ്, 800ൻ്റെ 3. ദെൻ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 320. ടോട്ടൽ 800 രൂപ. ഓക്കെ, ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരുമ്പോൾ നമ്മൾ പുതിയ പാർട്ട്ണറെ കൂടി ഉൾപ്പെടുത്തിയ ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഒന്നുകിൽ ഓപ്പണിംഗ് ബാലൻസ്, അല്ലെങ്കിൽ പുതിയൊരു ഫേം ആണെങ്കിൽ അവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. എവിടെ നിന്നാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് കിട്ടുക? നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റിലുണ്ട്. 2 പാർട്ട്നേഴ്സ് മാത്രമുള്ള ബാലൻസ് ഷീറ്റിൽ എയുടെയും ബിയുടെയും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ ഉണ്ട്. എസ് ക്യാപിറ്റൽ ബാലൻസ് 30,000 രൂപ, ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് 20,000 രൂപ. സിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, പക്ഷേ സി പുതിയ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് ബൈ ക്യാഷ്. എത്ര രൂപയാണ് സി കൊണ്ടുവന്നത്? സി കൊണ്ടുവന്നത് 15,000 രൂപ ആണ് കൊണ്ടുവന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആ ഭാഗം മാത്രം ഡിസ്പ്ലേ ചെയ്തതാണ്. 15,000 രൂപ സിയുടെ കോളത്തിൽ എൻ്റർ ചെയ്യുന്നു. ദെൻ സി അത് മാത്രമല്ല കൊണ്ടുവന്നത്, 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ് വിൽ ആയിട്ടും ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ആ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ദെൻ ആ പ്രീമിയം ഫോർ ഗുഡ് വിൽ ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സിനുള്ളതാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീമിയം ഫോർ ഗുഡ് വിൽ എത്രയാണ്? ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ്. നമുക്ക് എങ്ങനെ 3:2 എന്ന് എളുപ്പത്തിൽ കിട്ടിയത്? നമ്മളൊരു കാര്യമുണ്ട്, പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറുടെ ഷെയറും തന്നിട്ടുണ്ട്. പക്ഷേ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർക്ക് ഏത് രീതിയിലാണ് അയാളുടെ ഷെയർ കിട്ടുന്നത് എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സാക്രിഫൈസിങ് റേഷ്യോ പറയാം. അങ്ങനത്തെ കേസിൽ പഴയ റേഷ്യോ തന്നെയായിരിക്കും പഴയ പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോയും. അഥവാ പുതിയ പാർട്ട്ണർ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം അവർ ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. അത് 3:2 ആണ്. ആ റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 5,000 ഇവർ ഡിവൈഡ് ചെയ്യുന്നത്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 3,000 രൂപ. എങ്ങനെയത്? 5,000 ഇൻറ്റു 3/5 ഈക്വൽ ടു 3,000. ദെൻ 5,000 ഇൻറ്റു 2/5 ഈക്വൽ ടു 2,000. പ്രീമിയം ഫോർ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. നമ്മളവിടെ എഴുതിയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. റീവാലുവേഷൻ പ്രോഫിറ്റ് എത്രയാണ്? എക്ക് 480 ബിക്ക് 320 നമ്മൾ കണ്ടെത്തിയത്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് 480 320. ദെൻ നമുക്ക് വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ? ഒന്നും എഴുതാനില്ല ഈ കേസിൽ. ചില കേസിൽ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൻ്റെ ഈ ലാബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് ഒക്കെ വരും. റിസർവ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം പഴയ പാർട്ട്നേഴ്സിൻ്റെ. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എങ്ങാണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കണ്ടാൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് ആണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയെടുക്കണം. ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. എൻട്രീസ് പൂർത്തിയായല്ലോ. ഇതിൻ്റെ ടോട്ടൽ 33,480, ബിയുടെ ടോട്ടൽ 22,320, സിയുടെ ക്യാപിറ്റൽ ബാലൻസ് 15,000. ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ എമൗണ്ട് തന്നെയായിരിക്കും ബാലൻസ്. 33,480, 22,320, 15,000. എന്താ എഴുതുക? ബാലൻസ് ക്യാരി ഡൗൺ. അഡ്മിഷൻ നടന്നു. പഴയ പാർട്ട്നേഴ്സിന് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രീമിയം ഫോർ ഗുഡ് വിൽ കിട്ടി, റീവാലുവേഷന് പ്രോഫിറ്റ് കിട്ടി. അതെല്ലാം ഉൾപ്പെടുത്തിയ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റ് കൂടി ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും റിവൈസ്ഡ് വാല്യൂസ് ആണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലേ? ബാലൻസ് ഷീറ്റ് ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പഴയ ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമ്മളെ ബാക്കി ഡീറ്റെയിൽസും ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നോക്കിയാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം ഓരോ അസറ്റുകളായിട്ട് നമുക്ക് എഴുതാം. ആദ്യത്തെ അസറ്റ് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് നിലവിൽ 3,000 രൂപയുണ്ട്. അതോടൊപ്പം സി കൊണ്ടുവന്ന 15,000 രൂപ ക്യാപിറ്റലും പ്രീമിയം ഫോർ ഗുഡ് വിൽ 5,000 രൂപയും കൂടി കൂടും അല്ലേ? അത് സ്ഥാപനത്തിലുണ്ട്. പഴയ പാർട്ട്നേഴ്സ് പ്രീമിയം പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അത് കൂടിയാൽ എത്ര ഉണ്ടാവും? 3,000 പ്ലസ് 15,000 പ്ലസ് 5,000, 23,000 ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 12,000 ആണ്. പക്ഷെ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ് പ്രൊവിഷൻ? 600 രൂപ. ബാക്കി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 11,400 രൂപ. നമുക്കിവിടെ കാണുന്ന അസറ്റ് അടുത്ത് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. എത്ര രൂപ? 1,500 രൂപ. അപ്പോൾ 15,000-ൽ നിന്ന് 1,500 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിവൈസ്ഡ് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 13,500 രൂപയാണ്. ദെൻ ഫർണിച്ചറിൻ്റെ വാല്യൂ 10,000 രൂപയാണ്. നമ്മളത് റീവാല്യൂ ചെയ്തപ്പോൾ എന്തായിട്ടുണ്ട്? 9,000 രൂപയായിട്ടുണ്ട്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വാല്യൂ എത്രയാണ്? 30,000 രൂപയാണ്. പക്ഷേ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 10%. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് 3,000. ആ 3,000 രൂപ കൂടി കൂട്ടിച്ചേർത്താൽ 33,000 രൂപയായി മാറി. ഓക്കെ, ദെൻ ഇനി ഏതെങ്കിലും അൺറെക്കോർഡ് അസറ്റ് ഉണ്ടോ നോക്കണം. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന അസറ്റുകളെല്ലാം നോക്കി അതിൻ്റെ മാറ്റമൊക്കെ റെക്കോർഡ് ചെയ്ത്, ഇനി റെക്കോർഡ് ചെയ്യാത്ത ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം. ഇവിടെ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1,000. അൺറെക്കോർഡ് അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. ദെൻ ഇപ്പോൾ അസറ്റുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ലാബിലിറ്റി സൈഡിൽ ആദ്യത്തെ ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 20,000 ആണ്. പക്ഷേ അതിൽ 100 രൂപ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അത്രയും ലാബിലിറ്റി കുറഞ്ഞു, ബാക്കി 19,900. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പക്ഷെ അതിൻ്റെ മുമ്പ് ഒരു കാര്യം നോക്കണം. എന്തെങ്കിലും അൺറെക്കോർഡഡ് ലാബിലിറ്റി ഇവിടെ ഉണ്ടോ എന്ന് കൂടി നോക്കണം. അൺറെക്കോർഡഡ് ലാബിലിറ്റി ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒരു 200 രൂപ കറണ്ട് ബില്ല് അടക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബിൽസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അത് നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഇലക്ട്രിസിറ്റി ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ്, പുതിയ ലാബിലിറ്റി 200 രൂപ. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്താണ് എഴുതേണ്ടത്? എയുടെയും ബിയുടെയും സിയുടെയും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ടോട്ടൽ ക്യാപിറ്റൽ 70,800 രൂപ. ബാലൻസ് ഷീറ്റ് ടോട്ടൽ രണ്ട് സൈഡിലും ഈക്വലായി കിട്ടുന്നു 90,090 രൂപ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട്. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് 3/4 ആൻഡ് 1/4. അഥവാ റേഷ്യോ 3:1 ആണ്. ദെയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2016 വാസ് ആസ് ഫോളോസ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ അസറ്റ്സ് ഉണ്ട്, ലാബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിസർവ് ഫണ്ട് ഉണ്ട്. റിസർവ് ഫണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ് അല്ലേ? സ്ഥാപനം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാതെ റിസർവ് ആക്കി വെച്ചതാണ്. അത് ആരുടെ അവകാശമാണ്? ശരിക്ക് ഈ പഴയ പാർട്ട്നേഴ്സിൻ്റെ അവകാശമാണ്. പുതിയ പാർട്ട്ണർ വരുന്ന ആൾക്ക് ഈ റിസർവിൽ അവകാശം കിട്ടാൻ പാടില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം.
ദെൻ മറ്റ് കാര്യങ്ങൾ, സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് ജനുവരി 1, 2017. സി 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 5,000 രൂപ ഗുഡ്വില്ലും കൊണ്ടുവന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്, ഹാഫ് ഓഫ് ദിസ് സം ഈസ് ടു ബി വിഡ്രോൺ ബൈ എ ആൻഡ് ബി. ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്, അവരുടെ സാക്രിഫൈസിനുള്ള കോമ്പൻസേഷനാണ്. അതിൻ്റെ പകുതി വീതം എന്ത് ചെയ്തു, എയും ബിയും സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. അഥവാ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന എൻട്രി വരും. ദെൻ ബാക്കിയുള്ള അസറ്റ് ആൻഡ് ലാബിലിറ്റി റീവാലുവേഷൻ കാര്യങ്ങളാണ് ഈ പോയിന്റുകൾ. ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മളോട് പറഞ്ഞുള്ളത് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ന്യൂ ഫേം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിന് വേണ്ടി നമ്മൾ പഴയ ബാലൻസ് ഷീറ്റും അഡീഷണൽ ഇൻഫോർമേഷൻസും ഇവിടെ വീണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ദ സ്റ്റോക്ക് ആൻഡ് ഫിക്ചേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കും ഫിക്ചേഴ്സും 2 അസറ്റ് അല്ലേ, ഈ 2 അസറ്റുകളും 10% കുറയാണ്. കുറയുമ്പോൾ എന്താ ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു സ്റ്റോക്ക്, റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫിക്ചേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടും ഡെബിറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് 2000. എങ്ങനെ 2000 കിട്ടിയത്? സ്റ്റോക്കിൻ്റെ വാല്യൂ 20,000 ആണ്, അതിൻ്റെ 10% 2000. ദെൻ ഫിക്ചേഴ്സിൻ്റെ വാല്യൂ 1000 ആണ്, അതിൻ്റെ 10% 100. രണ്ടും 10% കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽ റിസീവബിൾ. 5% പ്രൊവിഷൻ ഡെപ്റ്റേഴ്സിനും ബിൽ റിസീവബിളിനും ക്രിയേറ്റ് ചെയ്യണം. അഥവാ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഭാവിയിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ബിൽ റിസീവബിളിനും അതേ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ₹800. എങ്ങനെയാണ്? ഡെപ്റ്റേഴ്സിന് 5% പ്രൊവിഷനാണ്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 16,000, അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 800. ദെൻ പ്രൊവിഷൻ ഫോർ ബിൽ റിസീവബിളിൻ്റെ വാല്യൂ 3,000 രൂപയാണ്, അതിൻ്റെ 5% 150 രൂപ പ്രൊവിഷൻ. Then the value of land and buildings be appreciated by 20%. Land and buildingൻ്റെ വാല്യൂ 20% കൂടി, അസറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 25,000 രൂപയാണ്, അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 10% 2,500 ആണ് അല്ലേ. 20% അപ്പോൾ എത്രയായിരിക്കും? 5,000 രൂപ അല്ലേ. എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം 5,000 രൂപ. Then there being a claim against the firm for damages, a liability to the extent of ₹1,000 should be created. സ്ഥാപനത്തിന് ഡാമേജ് വകയിലുള്ള പുതിയൊരു ലാബിലിറ്റി ഉണ്ട്. ഈ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. സ്ഥാപനത്തിൽ നിന്നും നമ്മൾ മറ്റൊരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത സാധനങ്ങളിൽ കേടുവന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവരത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്, അവർക്ക് അതിൻ്റെ വിലയായിട്ടുള്ള 1,000 രൂപ കൊടുക്കാനുണ്ട്. അതൊരു അൺറെക്കോർഡഡ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് അല്ലേ. ക്ലെയിം ഫോർ ഡാമേജസ് 1,000 രൂപ. ദെൻ ആൻ ഐറ്റം ഓഫ് ₹650 included in sundry debtors is not likely to be claimed and hence should be returned back. സൺട്രി ക്രെഡിറ്റേഴ്സ് 41,500 രൂപയുണ്ട്. അതിൽ 650 രൂപ കൊടുക്കാനുള്ളൊരു പാർട്ടി അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ആവശ്യപ്പെടുന്നില്ല, അത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് നേട്ടമാണ്, ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി കുറയാന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പ്രോഫിറ്റാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, എമൗണ്ട് 650 രൂപ. ഇപ്പോൾ എല്ലാ റീവാലുവേഷൻ എൻട്രീസും പൂർത്തിയായി. എന്നാൽ പോലും ഏതെങ്കിലും അൺറെക്കോർഡ് അസറ്റോ അൺറെക്കോർഡ് ലാബിലിറ്റിയോ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 5,650. നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ഡെബിറ്റ് സൈഡ് ടോട്ടൽ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 1,600 രൂപ കിട്ടുന്നു. ഇത് റീവാലുവേഷൻ പ്രോഫിറ്റാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ഇവിടെ ബാലൻസ് ചെയ്യുന്നു. അതെന്തായിരിക്കും? റീവാലുവേഷൻ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റീവാലുവേഷൻ പ്രോഫിറ്റാണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സിനുള്ളതാണ്. 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആരൊക്കെയാണ്? എയും ബിയും ആണ്. ഏതാണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 3/4 1/4 എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ 1,600 രൂപയുടെ 3/4 എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും
1600ൻ്റെ 1/4 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കുമാണ്. ടു എസ് ക്യാപിറ്റൽ 1200, ടു ബീസ് ക്യാപിറ്റൽ 400, ടോട്ടൽ 1600. ഓക്കെ, then അടുത്തായി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ആദ്യത്തെ ഐറ്റം എയുടെയും ബിയുടെയും ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. നമുക്ക് പഴയ ബാലൻസ് ഷീറ്റിൽ എയുടെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് 30,000 രൂപ, ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് 16,000 രൂപ. ദെൻ സി എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യണം ബൈ ക്യാഷ്. സിയുടെ കോളത്തിൽ എത്ര രൂപയാണ് സി കൊണ്ടുവന്നത്? ₹10,000 ആണ്. 10,000 നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതുകൂടാതെ സി 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീമിയം ഫോർ ഗുഡ്വിൽ നമുക്കറിയാം ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. സി കൊണ്ടുവന്നു. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുന്നത് ബൈ പ്രീമിയം ഫോർ ഗുഡ്വിൽ. എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 5,000 രൂപയാണ് കൊണ്ടുവന്നത്. ഏത് റേഷ്യോയിലാണ് ഈ 5,000 രൂപ ഷെയർ ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. ഈ കേസിൽ പുതിയ റേഷ്യോ എന്ന് പറഞ്ഞ് മറ്റൊരു റേഷ്യോ തരാത്തത് കൊണ്ട് പഴയ റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ. 3:1. 5,000 രൂപയുടെ 5,000 ഇൻറ്റു 3/4 ഈക്വൽ ടു 3,750 ആൻഡ് 5,000 ഇൻറ്റു 1/4 1,250. ദെൻ നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ഇവിടെ റിസർവ് ഫണ്ട് ഉണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് സ്ഥാപനം പാർട്ട്നേഴ്സിന് നൽകാതെ റിസർവ് ആക്കി മാറ്റിയതാണ് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ നിൽക്കുന്ന റിസർവ് ഫണ്ട് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. പഴയ പാർട്ട്നേഴ്സിന്, പുതുതായി വരുന്ന പാർട്ട്ണർക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:1 ആണ്. 3,000 ആൻഡ് 1,000. ദെൻ അടുത്തതായിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1,200 രൂപയും 400 രൂപയും. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് മൊത്തം 1,600 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹാഫ് ഓഫ് ദിസ് എമൗണ്ട് ഈസ് ടു ബി വിഡ്രോൺ ബൈ എ ആൻഡ് ബി. സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന 5,000 റുപ്പീസ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഉടൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പകുതി വീതം, അവർക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ പകുതി വീതം വിഡ്രോ ചെയ്യുന്നു. ഓരോരുത്തർക്കും കിട്ടിയത് എത്രയാണ്? 3,750 രൂപ എക്ക്, 1,250 രൂപ ബിക്ക്. ആ കിട്ടിയ എമൗണ്ടിൻ്റെ പകുതി വീതം അവർ വിഡ്രോ ചെയ്യാണ്, അവരുടെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ഓക്കെ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ജേണൽ എൻട്രി എത്ര രൂപ? 1,875. 3,750ൻ്റെ പകുതി. ഓക്കെ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് 625. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എൻട്രീസ് പൂർത്തിയായി കഴിഞ്ഞാൽ സാധാരണ പോലെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ടോട്ടൽ 37,950, ബിയുടെ ടോട്ടൽ 18,650, സിയുടെ ടോട്ടൽ 10,000 രൂപ. ദെൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിതിനെ ഡെബിറ്റിലേക്ക് മാറ്റി എഴുതി. 37,950 രൂപയിൽ നിന്ന് 1,875 രൂപ കുറച്ചത് 36,075 രൂപ. 18,650 നിന്ന് 625 രൂപ മൈനസ് ചെയ്തത് 18,025 രൂപ. 10,000 രൂപ സിയുടെ ക്യാപിറ്റൽ ബാലൻസ്. ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് നമ്മളതിനെ എഴുതുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ, ആഫ്റ്റർ സീസ് അഡ്മിഷൻ. ഓക്കെ, ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ആദ്യ ഐറ്റം ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. നമ്മൾ ഓരോ ഐറ്റം പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് 26,500 ആണ്. അതോടൊപ്പം സി 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ക്യാഷ് കൂടി ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് 26,500ൻ്റെ കൂടെ 10,000 ക്യാപിറ്റലും അതുപോലെ 5,000 പ്രീമിയം ഫോർ ഗുഡ്വിലും ആഡ് ചെയ്യണം. അതുകൂടാതെ ഈ 5,000ൻ്റെ പകുതി എന്ത് ചെയ്തിട്ടുണ്ട്? എയും ബിയും കൂടി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം? 26,500 പ്ലസ് 10,000 ക്യാപിറ്റൽ, 5,000 പ്രീമിയം ഫോർ ഗുഡ്വിൽ മൈനസ് 2,500. പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെ പകുതി പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു. അത്രയും ക്യാഷ് പുറത്തുപോയി. അപ്പോൾ ടോട്ടൽ ക്യാഷ് ബാലൻസ് എത്രയായിരിക്കും? ₹39,000. ദെൻ നമ്മൾ ഓരോ അസറ്റായിട്ട് എഴുതുന്നു. ബിൽ റിസീവബിൾ 3,000 ആണ്. പക്ഷേ നമ്മളതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെസ് പ്രൊവിഷൻ 150, ബാക്കി 2,850. റിവൈസ്ഡ് വാല്യൂവിൽ എല്ലാ അസറ്റിനെയും എഴുതുകയാണ്. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 16,000 ആണ്.
ലെസ് പ്രൊവിഷൻ നമ്മൾ പുതുതായി പ്രൊവിഷൻ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തല്ലോ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 800 രൂപയാണ്, ബാലൻസ് 15,200. ദെൻ സ്റ്റോക്കിൻ്റെ വാല്യൂവിന് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് 10%. അപ്പോൾ എത്രയാണ്? 18,000 രൂപ. 20,000-ൻ്റെ 10% കുറഞ്ഞിട്ടുണ്ട്, അഥവാ 2,000 കുറഞ്ഞ് ബാക്കി 18,000 രൂപ. ദെൻ ഫിക്ചേഴ്സ് 1,000 രൂപയായിരുന്നു, അതിൻ്റെ 10%, 100 രൂപ കുറഞ്ഞു, ബാക്കി 9,000 രൂപ. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് 25,000 രൂപയാണ്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്? 20% ഇൻക്രീസ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് 5,000 രൂപ. 5,000 രൂപ കൂട്ടിയപ്പോൾ ടോട്ടൽ 30,000 രൂപയായി മാറി ഇതിൻ്റെ വാല്യൂ. ദെൻ എന്തെങ്കിലും അൺറെക്കോർഡ് അസറ്റുകൾ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. എന്തെങ്കിലും അൺറെക്കോർഡ് അസറ്റ് ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 41,500 ആയിരുന്നു, അതിൽ നിന്ന് 650 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ക്ലെയിം ചെയ്യുന്നില്ല, അത്രയും ലാബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്, ബാക്കി 40,850. പിന്നെ അടുത്ത ഐറ്റം റിസർവ് ഫണ്ടാണ്. റിസർവ് ഫണ്ട് നമ്മൾ ആൾറെഡി എന്ത് ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വീണ്ടും റിസർവ് ഫണ്ട് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ വരാൻ പാടില്ല, നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുന്നതിന് മുമ്പ് എന്തെങ്കിലും അൺറെക്കോർഡഡ് ലാബിലിറ്റീസ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ ഉണ്ട് ഒരു ക്ലെയിം ഫോർ ഡാമേജസ്, എ ലാബിലിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹1,000 ഷുഡ് ബി ക്രിയേറ്റഡ്. 1000 രൂപയുടെ ലാബിലിറ്റി ഇൻക്രീസ് അല്ലേ, അൺറെക്കോർഡഡ് ലാബിലിറ്റി ഉണ്ട്, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലെയിം ഫോർ ഡാമേജസ് 1000 രൂപ. ദെൻ ഇനി മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 3 പേരുടെ ക്ലോസിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തെഴുതുന്നു. ടോട്ടൽ 64,100. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്താണ്? 1,05,950. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബ്ലംസ് കണ്ട് മനസ്സിലാക്കി എക്സ്പ്ലനേഷൻ കേട്ട് സ്വന്തമായിട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിൻ്റെ ആവശ്യം എന്താണ്, എന്തിനാണ് അസറ്റ് ആൻഡ് ലാബിലിറ്റി റീവാല്യൂ ചെയ്യുന്നത്, അതുപോലെ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. ഓക്കെ, താങ്ക് യു.